തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നത്തെ സ്പീക്കർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഒരു അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കൊടുത്തൊരു പ്രപ്പോസൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഓണർ KSRTC ആണ് കേരളത്തിൽ. അപ്പോൾ ഇതിന് ആക്ച്വലി ടൈറ്റിൽ ഡീഡ് ഉണ്ടോ അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ടോ, റവന്യൂ റെക്കോർഡ്സിൽ കറക്റ്റാണോ, ഇതൊന്നും അറിയില്ല. അപ്പോൾ ആദ്യം അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ഗ്ലോബൽ ടെൻഡറോ ഇതിനെ മോണിറ്റൈസ് ചെയ്യാൻ ഒക്കുമോ, വിൽക്കണ്ട, അറ്റ്ലീസ്റ്റ് വലിയ തോതിലുള്ള ഒരു കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ മോട്ടൽസോ അവിടെയൊക്കെ ഈ ഇത് ചെയ്യാനായിട്ട് ഇദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തതുമാണ്. എനിക്ക് തോന്നുന്നു അന്ന് പത്രത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടൊരു റവന്യൂ ഉദ്യോഗസ്ഥനെ അതിന് ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നെക്സ്റ്റ് ലെവലിൽ ഇത് വന്നപ്പം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരുപക്ഷെ ഇത്രയും അസറ്റ്സ് നമ്മൾ ലിവറേജ് ചെയ്താൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര 100 കോടി രൂപ മന്ത്ലി ഇത് ചെയ്യുമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ റെൻ്റൽസും ലീസിൻ്റെ കാര്യങ്ങളിലും ഒക്കെ ഒരു പക്ഷേ സബ്സിഡൈസ് ചെയ്യാമായിരുന്നു. അപ്പം വേണ്ടാത്ത PSUസും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരുപാട് ഇത് ചെയ്യുന്നത് പ്രൈവറ്റായിട്ട് ഇന്ന് റൺ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവാം. മനസ്സിലായി. അവർക്കിത് ഏൽപ്പിക്കുക, ലാൻഡ് ലീസാകട്ടെ, റണ്ണിങ്ങിനായിട്ട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു മോഡൽ. ഇവരുടെ കെട്ടിടങ്ങളുണ്ട് KSRTCയിൽ. ആ കെട്ടിടങ്ങൾ മര്യാദയ്ക്ക് ആർക്കെങ്കിലും ലീസിന് കൊടുത്താൽ മതി. തമ്പാനൂര് ഷാജിൻ കാണാറുള്ള ഇതില്ലേ, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് തമ്പാനൂര് ഐക്കോണിക്കായിട്ട് ചെയ്യാനായിട്ട് വെച്ചിരുന്നൊരു സാധനമാണ്. അത് എനിക്കറിഞ്ഞൂടാ എന്ത് കറപ്റ്റായിട്ടുള്ളൊരു ഡിസൈനുമായി ഇന്ന് ബംഗാളികൾ ഇരുട്ടത്ത് സാധിക്കുന്ന ഒരു ലെവലിലേക്ക് മാറി. അന്നും ഇതേപോലെ ഈ KSRTCയുടെ ഒരു ഫൈനാൻസ് ഓർഗനൈസേഷൻ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഏതാണ്ട് പൂട്ടിയതിൻ്റെ ഒരു റീസൺ ഈ പറയുന്ന 3-4 കെട്ടിടങ്ങൾ അവിടുത്തെ കിട്ടിയത് അവരാണ് ഫണ്ട് ചെയ്തിരിക്കുന്നത്. തിരുവല്ലയിലും അങ്കമാലിലും ഇവിടെ കോഴിക്കോടും ഉണ്ട്. ഇത് റെൻ്റൽ എടുക്കാൻ പോലും അവിടുത്തെ ട്രേഡ് യൂണിയൻ സമ്മതിക്കാറില്ല. ഇൻവെസ്റ്റ് ചെയ്തതാരാ? ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ. ഐഡിയാസ് കിഫ്ബി ആണെങ്കിലും ഒക്കെ ആളുകൾ പറയുമ്പോൾ പേപ്പറിൽ വലിയ ഐഡിയാസാണ്, പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം. വാങ്ങി കാശ് തിരിച്ചു കൊടുത്തില്ലല്ലേ? എനിക്ക് ശാസ്ത്രങ്ങളത്തെ ശ്രീരാമകൃഷ്ണ മിഷൻ, കൽക്കട്ടയിലെ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ എത്രയോ കോടി ഇത്, കാരണം ഇത് ഗവൺമെൻറ് ഗ്യാരണ്ടീഡാണ്. ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് എന്ന് പറയുമ്പോൾ നാച്ചുറലി പ്ലേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കെടുകാര്യസ്ഥതയും നെപ്പോട്ടിസവും ട്രേഡ് യൂണിയനിസം, എനിക്ക് ട്രാൻസ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം അവിടുത്തെ ആളുകൾ ഇതിനകത്ത് കയറാൻ സംഭവിച്ചിട്ടില്ല. ബോർഡ് അംഗങ്ങൾ ഈ യൂണിയൻ നേതാക്കളാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ, എൻ്റെ സ്ഥലമാണ്, നമുക്ക് റെൻറ്റിൻ്റെ പകുതി തന്നേ പറ്റൂ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കിട്ടുന്നില്ല.